സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ്, എടോടി, വടകര. വികസന മുന്നേറ്റത്തിന്റെയും സാമൂഹിക പുരോഗതിയുടെയും അടിസ്ഥാന യൂണിറ്റുകളാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്നും അതുകൊണ്ടുതന്നെ ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യേണ്ടത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വടകര നഗരസഭ പുതുതായി പണി കഴിപ്പിച്ച നഗരസഭാ കാര്യാലയം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധികാര വികേന്ദ്രീകരണം ഏറ്റവും കാര്യക്ഷമമായി നടപ്പാക്കപ്പെട്ട സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നമ്മുടെ വികസന മുന്നേറ്റത്തിൻ്റെയും സാമൂഹ്യ പുരോഗതിയുടെയും അടിസ്ഥാന യൂണിറ്റുകളാണ്. ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിക്കപ്പെട്ട പദ്ധതി വിഹിതത്തിൻ്റെ 90% ചെലവഴിക്കാൻ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ കഴിഞ്ഞു എന്നത് പ്രധാനമാണ്. അത്തരം ഇടപെടലുകളുടെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചേർന്നിട്ടുമുണ്ട്. അതിൻ്റെ തുടർച്ച ഉറപ്പാക്കി നമുക്ക് മുന്നോട്ട് പോകാനാവണം. നഗരാസൂത്രണം, പരിസ്ഥിതി സൗഹൃദ വികസന പദ്ധതികൾ, ഇവയ്ക്കെല്ലാം നഗരസഭ പൊതുവെ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. യുവാക്കളിൽ ഒട്ടേറെ പുതിയ ആശയങ്ങളുണ്ടാകും. ആ ആശയങ്ങളെ ഉൽപ്പാദനോന്മുഖമായി പരിവർത്തിപ്പിക്കുന്നതിനുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനാവണം. നഗരസഭകൾ വലിയ പ്രാധാന്യം നൽകേണ്ട മറ്റൊരു പ്രധാന ഇനമാണ് മാലിന്യ നിർമ്മാർജ്ജനം. നമ്മുടെ നഗരസഭയ്ക്കകത്തുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഖര ദ്രവ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഫലപ്രദമായ മാർഗങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടതുണ്ട്. നാം ഉദ്ദേശിക്കുന്നത് ചവർ വലിച്ചെറിയൽ വിമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റലാണ്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പരിപൂർണ പിന്തുണ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ജൈവ വൈവിധ്യ സംരക്ഷണം ഒരു പ്രധാന അജണ്ടയായി തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ്. ഘടിപ്പിച്ചിട്ടുള്ള പുതിയ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. ചടങ്ങിൽ ചെയർപേഴ്സൺ KP ബിന്ദു സ്വാഗതം പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി. മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ്റെയൊക്കെ ഓഫീസ് വളരെ സൗകര്യപ്രദമാകുന്ന നിലയിൽ വിപുലീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. ഇതിൻ്റെ പരിപാലനം നെറ്റ് സീറോ കാർബൺ പദ്ധതിയിൽ അധിഷ്ഠിതമായിട്ടാണ് എന്നുള്ളത് ഏറെ മാതൃകാപരമാണ്. പിന്നീട് ഇങ്ങോട്ടേക്ക് മാറി മാറി വന്നിട്ടുള്ള ഓരോ നഗരസഭാ ചെയർമാന്മാരുടെയും നേതൃത്വത്തിൽ ഈ ഓഫീസിൻ്റെ പ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത് വരെ 2005 മുതൽ 2025 ഇന്നത്തെ ദിവസം വരെ മാറി മാറി വന്ന ഭരണസമിതികളുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. C. ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആശംസകൾ അർപ്പിച്ച് MLA KK രമ, MP ഷാഫി പറമ്പിൽ, KP കുഞ്ഞമ്മദ്കുട്ടി MLA, M. കൃഷ്ണദാസ്, CK നാണു, PK സതീശൻ, രജിത പാതേരി, P. സജീവ് കുമാർ, AP പ്രജിത, M. ബിന്ദു, സിന്ധു പ്രേമൻ, A. പ്രേമകുമാരി, M. തങ്കമണി, PP രഞ്ജിനി, K. ശ്രീധരൻ, P. മോഹനൻ, R. സത്യൻ, സതീശൻ കുര്യാടി, MC ഇബ്രാഹിം, പ്രഫുൽ കൃഷ്ണ, C. കുമാരൻ, ബാബു, TV ബാലകൃഷ്ണൻ, VC ഗോപാലൻ, മിഗ്ദാദ്, വിനു, നിസാം, രശ്മി, സൂരജ്, സനൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും നല്ല സൗകര്യങ്ങളോട് കൂടിയ ഒരു ഓഫീസ് കെട്ടിടമാണ് ഇന്ന് ഈ നാടിന് തുറന്നു തന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടി നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, നമ്മുടെ വടകര നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നാരായണ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹോളിഡേ മാൾ 2015 അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തതാണ്. പക്ഷേ അത് ഇതുവരെ നാട്ടുകാർക്ക് തുറന്നു കൊടുക്കാൻ സാധിച്ചില്ല.
അതും കൂടി ഈ നാടിന് തുറന്നു കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ആ തരത്തിലുള്ള തീരുമാനങ്ങൾ കൂടി ഉണ്ടാകണം എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഈ നഗരകേന്ദ്രത്തിൽ നഗരസഭയുടെ ആസ്ഥാനം മനോഹരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ തുടക്കകാലം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് ഇതിനെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഏറ്റവും ബഹുമാന്യരായ നഗരസഭയുടെ മുൻ ചെയർമാൻമാരുൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ, കൗൺസിലർമാർ, അന്ന് മുതൽ ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്ന എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിലെ ജീവനക്കാർ, മറ്റെല്ലാവർക്കും വേണ്ടി വടകരയിലെ ജനങ്ങളെയും അവരെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാനും അഭിവാദ്യങ്ങൾ നേരാനും ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇതൊരു വടകര മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര മുഹൂർത്തമാണ്. ദീർഘകാലത്തെ പ്രയത്നത്തിൻ്റെ ഫലമായി ഏറ്റവും മനോഹരമായ ഒരു കെട്ടിടം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ചെയർപേഴ്സൺ ശ്രീമതി KP ബിന്ദുവിൻ്റെ നേതൃത്വത്തിലുള്ള നഗരസഭയുടെ കാലത്ത്, ഭരണസമിതിയുടെ കാലത്ത് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നത് അങ്ങേയറ്റം ആഹ്ലാദകരമാണ്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി 6500 സ്ക്വയർ ഫീറ്റിൽ 15 കോടി രൂപ മുടക്കിലാണ് നഗരസഭ കാര്യാലയം നിർമ്മിച്ചത്. നൂറുകണക്കിന് ആളുകൾ പരിപാടിയിൽ പങ്കാളികളായി. ഉദ്ഘാടനത്തിന് ശേഷം ലഹരിക്കെതിരെ ലിസി മുരളീധരനും സംഘവും അവതരിപ്പിച്ച നൃത്താവിഷ്കാരവും ഗസൽ ഗായിക നമ്രത ഒദ്യോത്തിന്റെ ഗസൽ സന്ധ്യയും നഗരസഭാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. എടുത്താനായി നമുക്ക് ചുറ്റും കഴുകൽ